പശ്ചിമേഷ്യയിൽ നിന്നൊരു രാജ്യത്തെ ഉപയോഗിച്ച് തുർക്കിക്ക് പണി കൊടുക്കണം. ഇതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അങ്ങനെ നയതന്ത്രപരമായ ഒരു നീക്കം നടത്തിയപ്പോൾ നമ്മുടെ നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തി, അതായത് സൗദി അറേബ്യ. സൗദി അറേബ്യയും തുർക്കിയും തമ്മിൽ കാലങ്ങളായിട്ട് അത്ര സുഖത്തിലല്ല. കാരണം ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു തലപ്പത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് തുർക്കി. അപ്പം തൊയ്ബ് എർദോഗൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് അവിടുത്തെ ഫറവോ ആയി മാറണമെന്നും ലോകത്തിലെ മറ്റു മുസ്ലിം രാജ്യങ്ങളെല്ലാം എൻ്റെ രാജ്യത്തിന് കീഴിൽ നിൽക്കണമെന്നും ഇയാൾ ആഗ്രഹിക്കുന്നു. പണ്ട് ഈ പറയുന്ന ഒരു സാമ്രാജ്യമൊക്കെ ഇവർക്കുണ്ടായിരുന്നുവെന്നും അതിൻ്റെ തുടർച്ച വേണമെന്നുമാണ്. അപ്പോൾ ഇവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്ന് UAEയും ഒന്ന് സൗദിയുമാണ്. സൗദി ആണെങ്കിൽ അല്പം സമ്പന്നവുമാണ്. അപ്പോൾ സൗദിയെ പരമാവധി പ്രകോപിപ്പിക്കാനൊക്കെ തുർക്കി നോക്കും. തുർക്കി പക്ഷേ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ കോലാലംപൂരിൽ 2024 ഒരു സിമ്പോസിയം നടന്നു, അതായത് ഒരു കോൺഫറൻസ് നടന്നു. ഈ കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് തുർക്കി, മലേഷ്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പോയപ്പോൾ അന്ന് സൗദി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ പങ്കെടുക്കരുത്. കാരണം സൗദിക്കും തുർക്കിക്കുമെതിരെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ലക്ഷ്യമിട്ടാണ് കോലാലംപൂരിൽ അത്തരമൊരു കോൺഫറൻസ്, അത് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. അന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആയിരുന്നു. അപ്പോൾ സൗദി എന്ന് പറഞ്ഞു നിങ്ങൾ അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇമ്രാൻഖാൻ പറഞ്ഞു ഇതുപോലെ സൗദിയിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എർദോഗൻ വന്നിച്ച് പറഞ്ഞു സൗദിക്ക് നാണമില്ല, സൗദി വന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങളുടെ കൂടെ പാകിസ്ഥാൻ വരുന്നതിന് ഇവർക്ക് എന്താ പേടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോഴും സൗദി ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല നയതന്ത്രപരമായിട്ട് ചില തിരിച്ചടികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അതുപോലെ തന്നെ മലേഷ്യയെ, ഇന്തോനേഷ്യയൊക്കെ കൂട്ടുപിടിച്ച് ഗൾഫ് ഇതര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഈ എർദോഗൻ്റെ തുർക്കി ശ്രമിക്കുന്നുണ്ട്. ഈ തുർക്കിക്ക് പണി കൊടുക്കാനായിട്ട് അടുത്ത സൗദി ശ്രമിക്കും. അപ്പോൾ സൗദി എങ്ങനെ ചാക്കിലാക്കും? അപ്പോൾ നമ്മളും സൗദിയും തമ്മിൽ നയതന്ത്രപരമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ നമ്മൾ സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് അടുക്കുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു പാകിസ്ഥാന് വേണ്ടിയിട്ട് അല്ലെ പാകിസ്ഥാനെ നിയന്ത്രിക്കാനുള്ള ചില നടപടികൾ വേണമെന്ന്. ഇപ്പോൾ സൗദി അറേബ്യയാണ് പാകിസ്ഥാൻ ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്നത്. നമുക്കറിയാം പട്ടിണി രാജ്യമാണ് അല്ലേ, നിവർത്തിയില്ല, ഗതികേട് കൊണ്ട് സൗദി പറയുന്ന എന്തും കേൾക്കും. പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ തൊഴിൽ തേടി ഏറ്റവും കൂടുതൽ പോകുന്നതും സൗദി അറേബ്യയിലാണ്. അപ്പം ഇത്രയൊക്കെ തീവ്രവാദത്തെ വളർത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സൗദി എല്ലാ കാലത്തും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, ഏതാണ്ട് 1970കളിൽ തുടങ്ങിയതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.